നമുക്കൊന്ന് മഞ്ഞൾപ്പൊടിയിട്ട് നല്ല കഴുകാം. മഞ്ഞൾപ്പൊടിയിട്ട് നല്ല വൃത്തിയായി കഴുകാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം കുറേ സമയം ഇങ്ങനെ വയ്ക്കും. ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകാം. ജ്യൂസ് അടിക്കുന്ന പോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിക്കാം. മുന്തിരി, കറുത്ത മുന്തിരി നമുക്ക് ഒന്ന് ചെറിയ ചൂടിലൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിങ്ങനെ പിന്നെ നമ്മൾ പഴമോ പാലോ പഞ്ചസാര, പാല്, പഴം എല്ലാം ഇട്ട് നമുക്ക് നന്നായി അടിക്കാം. എന്തൊക്കെ ഇടാം, നേന്ത്രപ്പഴം ഇടാം, റോബസ്റ്റ് ഇടാം, പാല്, പഞ്ചസാര എല്ലാം ഇടാം. ഇട്ട് നമുക്ക് നന്നായി അടിച്ച് നട്ട്സ് ഇടാം. ഇട്ടിട്ട് നമ്മൾ നന്നായി അടിക്കുക. അടിച്ച് കഴിയുമ്പോൾ ജ്യൂസാക്കി കുടിക്കുക. അതിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി നല്ല കുറച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയിലിട്ട് ഒരു 4 പ്രാവശ്യം കഴുകും. നമ്മൾ നേരത്തെ ഉള്ളത് അങ്ങനെയാണ്. അതിൻ്റെ പാതി നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് അതുപോലെ ചെയ്തു. ഇതിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് അങ്ങനെ നമുക്ക് ഇങ്ങനെ നല്ല വൃത്തിയായി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും വലുതായി നമ്മൾക്ക് ആണെങ്കിലും കഴിക്കാം. ഇങ്ങനെ നല്ല വൃത്തിയായി കഴുകണം. കുറേ പ്രാവശ്യം ഇങ്ങനെ നനച്ച് കുതിർത്തിരിക്കുക. പച്ചക്കറി ആണെങ്കിൽ നല്ല കഴുകിയൊക്കെ നമ്മളെടുക്കുക. അപ്പം കുറച്ച് നേരം കുറേ സമയം അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് നമുക്ക് അത് നല്ല വൃത്തിയായി ഒന്ന് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ല വൃത്തിയായി കഴുകി വേറൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം നന്നായി എടുത്ത് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും കഴുകാം. ജ്യൂസ് അടിക്കാം, കഴിക്കാം. ഞാൻ ഞാവൽ പഴം മേടിക്കുമ്പോൾ നല്ല കഴുകി ഉപ്പിട്ട് കഴുകി എന്നിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ നല്ല പച്ചവെള്ളത്തിലിട്ട് നല്ല കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് കഴിക്കും. പൈനാപ്പിളും അതുപോലെ. പൈനാപ്പിൾ നല്ല നല്ല വൃത്തിയായതിന് ശേഷം ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ല കഷ്ണങ്ങളായി നല്ല മുറിച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം. കുറച്ച് ഉപ്പ് പൊടിയിട്ട് അതുപോലെ ഇങ്ങനെ അതിലിട്ട് എടുത്തു കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്.